സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ. മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. ശാന്തി സുമങ്ങളുമാ കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ. ൂഷരഭൂവുകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. ൂഷരഭൂവുകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകളടർത്തി മാറ്റിടണം. തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹ സുമങ്ങ വിടരട്ടെ. കേരള യാത്ര സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ. ഞാൻ ഈ യാത്രയെ കാണുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യാത്ര. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പിഞ്ച് ചെറുപ്പക്കാർക്ക് വേണ്ടി, യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും ആദർശ സന്ദേശങ്ങളുമാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. കോൺട്രവേഴ്സ്യലായ, അതായത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വിഷയവും ഉസ്താദ് പരാമർശിക്കുന്നില്ല. സ്നേഹമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ക്ഷമയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരോട് ഇതാണ് ഈ സമുദായം പറയുന്നത്. ഇതെല്ലാവർക്കും വേണ്ടിയാണ്, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും വേണ്ടിയാണിത്. വഴി തെറ്റുന്ന കള്ളുകുടിയന്മാർക്ക് വേണ്ടി, വ്യഭിചാരം നടത്തുന്നവർക്കെതിരായി അവരെയൊക്കെ നേരായ മാർഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വരുന്നു ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ഈ മഹത്തായ കേരള യാത്ര. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാതെ നമ്മുടെ കുട്ടികൾ നേരായ വഴിക്ക് വളർത്താൻ നമ്മുടെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. അതിലേക്ക് ഈ മാനവികത യാത്ര ഉപകരിക്കട്ടെ. എല്ലാ ജാതി മനുഷ്യരുടെയും സിരകളിലൂടെ, നാഡികളിലൂടെ, ഞരമ്പുകളിലൂടെയൊക്കെ ഓടുന്ന രക്തത്തിൻ്റെ നിറവും അതിൻ്റെ ഊഷ്മാവും ചൈതന്യവുമൊക്കെ ഒന്ന് തന്നെയാണ്. അവിടെ വേർതിരിച്ച് നിർത്തപ്പെടുന്നത് മനുഷ്യനാണ്, പക്ഷേ മനുഷ്യ നന്മയല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭാരതീയമായ ഒരു മാനവികത നമുക്ക് ഉണ്ട് എന്ന സത്യം നാം മറന്നു പോകരുത്. ചതിയും വഞ്ചനയും ചൂഷണവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പിതാവ് മക്കളെ കൊല്ലുന്നു, മക്കൾ പിതാവിനെ കൊല്ലുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഈ മനുഷ്യനെ ഉദ്ധരിക്കൽ അനിവാര്യമാണ്. അതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസമില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമതഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഈ കാര്യം ശ്രദ്ധിക്കുക,
അത് അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് മാനവികതയെ ഉണർത്തുന്നു എന്ന ഈ കാര്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ ഗവൺമെന്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ഗവൺമെന്റിനോട് ഓരോ സദസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് 28-ാം തീയതി കാസർഗോഡ് മുതൽ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമെന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശ തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി ഒരു നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നല്ല കുടുംബം, ആ നല്ല കുടുംബങ്ങളുടെ കൂട്ടായ്മയിലൂടെ നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. പക്ഷെ ആ കുടുംബങ്ങൾ പോലും ഇന്ന് ശിഥിലമാവുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു വിഷയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അസ്വാരസ്യമുണ്ടാകുമ്പോൾ ആ കുടുംബം ശിഥിലീകരിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സമൂഹത്തിലേക്ക് അതിൻ്റെ പ്രതിഫലനങ്ങൾ വരുന്നു. അത് വരുന്നത് കുഞ്ഞുങ്ങളിലൂടെയാണ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന വിഷയം ഏറ്റവും അധികം പ്രത്യക്ഷമായി ബാധിക്കുന്നത് ആ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കും. പക്ഷെ പലപ്പോഴും അത് നമുക്കറിയാൻ സാധിക്കുകയില്ല. അവരത് പ്രകടമാക്കുന്നില്ല, അവരത് മുമ്പോട്ട് വെക്കുന്നില്ല. പ്രകടമാക്കാൻ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയാതെ പോകുന്നു. പക്ഷെ ആ കുടുംബങ്ങൾ അസ്വാരസ്യം സ്വാഭാവികമായിട്ട് അവരെ സാരമായ നിലയിൽ അവരെ ബാധിക്കുന്നു, അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു, ജീവിതക്രമത്തെ ബാധിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അത് മറ്റൊരർത്ഥത്തിൽ അത് സമൂഹത്തേക്കും പ്രതിഫലിച്ചുണ്ട്. ഈ കുഞ്ഞുങ്ങളാണ് നാളെ വളർന്ന് നമ്മുടെ നാടിനെ നയിക്കുവാനും ഈ രാജ്യത്തിനെ നയിക്കുവാനും ഒക്കെ കടന്നു വരേണ്ടവർ. അവരിലേക്ക് അസ്വസ്ഥതകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ ശിഥിലീകരണത്തിലേക്ക് ബാധിക്കുമെന്നുള്ളത് സംശയമില്ല. അനവധി കാര്യങ്ങൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കാന്തർ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ യാത്ര അതിൻ്റെതായ അർത്ഥത്തിൽ അത് കേരള സമൂഹത്തിൽ പ്രതിഫലിക്കട്ടെ. അനവധി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച് 12 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ യാത്ര അതിൻ്റെ തുടർച്ചയായിട്ട് ഈ കേരള യാത്രയെ നമുക്ക് കാണാം. മാനവികതയെ ഉണർത്തുവാനുള്ള ഈ യാത്ര കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇവിടെ അദ്ദേഹത്തിനെ ഏതർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയുകയില്ല. Some are born great, some achieve greatness, and somehow greatness trusted upon them. ബഹുമാനപ്പെട്ട കാന്തപുർ ഉസ്താദ് അദ്ദേഹം ആദ്യത്തെ 2 ഗണങ്ങളിൽ പെടുന്നു. ഹീസ് ബോൺ ഗ്രേറ്റ്. ഒരു മഹാനായ ഒരു മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഈ യാത്ര അതിൻ്റെതായ അർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം വിദ്യ അഭ്യസിക്കുന്നത് മാത്രമല്ല, കേവലം ഡിഗ്രികൾ മാത്രം സമ്പാദിക്കുന്നതല്ല, കേവലം ഉന്നതമായ
പദവികളിലെത്തുന്നത്, ജോലികൾ ലഭിക്കുന്നത് മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ മുറുകി പിടിക്കുന്ന, ആ സംസ്കാരത്തെ മുറുകി പിടിക്കുന്ന, ആ പൈതൃകത്തെ മുറുകി പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം പടുത്തുയർത്തേണ്ടത്. നമ്മൾക്ക് പരിസ്ഥിതിയോട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി നിറവേറ്റാൻ, ആ പുതിയ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി, ആ തലമുറയ്ക്കും വേണ്ടി അവർക്ക് സുഖമായി ജീവിക്കാൻ, അവർക്ക് വസിക്കാനുള്ള ഒരു മേഖല കൂടിയായി നമ്മുടെ ഭൂമി മാറ്റാനുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ തയ്യാറാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ യാത്ര ഉയർത്തുന്ന മൂല്യങ്ങൾ, ഈ യാത്ര ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് കാലിക പ്രസക്തമാണെന്നും അതിൽ പങ്കെടുത്ത ഓരോരുത്തരും അത് മനസ്സിലാക്കി അത് വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നും മാത്രം. എല്ലാ മതവിശ്വാസങ്ങളും എല്ലാ രാഷ്ട്രീയ ദർശനങ്ങളും മാനവികമായ ഉള്ളടക്കങ്ങളാൽ സമ്പന്നമായിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ സമൂഹം ഇന്ന് പ്രതിലോമ ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും കുറെ കൂടി ഗൗരവത്തോടെ പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇടപെടേണ്ടതുണ്ട് എന്ന സൂചനകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. വടക്കുമെന്ന് തെക്കോട്ട് ഈ യാത്ര പോവുകയാണ്. എല്ലാ വഴിയോരങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ യാത്രയുടെ മുദ്രാവാക്യം മനുഷ്യന്റെ മനസ്സുകളിലൂടെയുള്ള സഞ്ചാരമായിരിക്കും വിഭാവനം ചെയ്യുന്നത്. ഹൈവേയിലൂടെയോ ഉൾവഴികളിലൂടെയുള്ള യാത്രയല്ല, കേരളീയ സമൂഹത്തിന്റെ ഹൃദയങ്ങളിലൂടെ, മനസ്സിലൂടെ ഒരു പുതിയ മനുഷ്യനാക്കുന്നതിനുള്ള പ്രക്രിയയ്ക്കുള്ള നീണ്ട യാത്രയായിരിക്കും ഇത്. ഈ യാത്ര തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവസാനിക്കുന്ന ഒരു യാത്രയല്ല, മനുഷ്യനുള്ളിടത്തോളം കാലം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു യാത്രയാണ്. മനസ്സുകളെ മലീമസമാക്കപ്പെടുന്ന സാധ്യതകൾ സമ്പന്നമാകുന്ന കാലഘട്ടത്തിൽ മനസ്സുകളെ വിമോചിപ്പിക്കുക എന്നുള്ളതും മാനവികതയിലേക്ക് തൊട്ടുണർത്തുക എന്നുള്ളതും ഒരു വലിയ ദൗത്യമാണ്, സമരമാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടെ നിരവധി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇന്നത്തെ ലോകത്ത് തെറ്റിദ്ധാരണ നിമിത്തം അകറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായി ഇസ്ലാം മതാനുയായികൾ മാറപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം ദൈവത്താൽ, പ്രപഞ്ച സൃഷ്ടാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട സന്ദേശം, അതുതന്നെയാണ് മാനവികത എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എപ്രകാരം തൻ്റെ സഹജീവിയോട്, സഹോദരനോട്, സമസൃഷ്ടികളോട്, കുറെ ലളിതമായി പറഞ്ഞാൽ മനുഷ്യരോട് പെരുമാറണം എന്ന സന്ദേശം തന്നെയാണ് ഇസ്ലാം നൽകുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിലെ മാനവികത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അപ്രകാരം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല സംഭവങ്ങളും ഇന്നത്തെ ലോകത്തുണ്ട്. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. അതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉത്തരവാദികൾ ആരായാലും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ നഗ്നമായി ലംഘിക്കപ്പെടുകയും മനുഷ്യന് അവൻ്റെ വിശ്വാസങ്ങളുടെ പേരിൽ അവൻ്റെ സ്വാതന്ത്ര്യം, മനുഷ്യൻ എന്ന നിലയിലുള്ള മഹോന്നതമായ പദവി നഷ്ടപ്പെടുത്തുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ദുഃഖകരമായ ഈ അവസ്ഥയിലാണ് എന്താണ് യഥാർത്ഥ മാനവികത, ആ മാനവികതയെ കണ്ടറിയുന്നതിന്, ആ മാനവികതയെ സജീവമാക്കുന്നതിനുള്ള യാത്രയാണ് കാന്തപുരം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാൻ, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം മനമിൽ നിറയാൻ, ഓരോ ഈ അണിചേരൂ, സുമസാന്ത്വന വഴി ചേരൂ, മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങളിൽ സഞ്ചാരം,
പോരൂ ഈ അണിചേരൂ സുമസാന്ത്വന വഴി ചേരൂ മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങൾ സഞ്ചാരം. തെരുവിൻ ദുരവീതികളിൽ വീണുടയും ദീനതയിൽ കണ്ണീർ കണച്ചാലുകളിൽ പണം കൊയ്യും മാനസമേ ഉണരൂ ഉണരൂ ഹൃദയം ഉണരൂ മധുരം വിളയും പരസ്നേഹ സാമ്രാജ്യം. തെരുവിൻ ദുരവീതികളിൽ വീണുടയും ദീനതയിൽ കണ്ണീർ കണച്ചാലുകളിൽ പണം കൊയ്യും മാനസമേ ആ മിഴികളിൽ പ്രതീക്ഷ തൻ സായുജ്യമുണർത്തിടാൻ ഈ അണിയിൽ ഇനി ചേരൂ കൈരളിയിൽ ഹൈറുണരാൻ. മാനവികതയെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ ആരാധ്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആരംഭിച്ചിരിക്കുന്ന കേരളയാത്ര നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു പരിവർത്തനം വരുത്തുന്ന ഒന്നാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും വചനങ്ങളും ഉൾക്കൊള്ളുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അത് ഉൾക്കൊള്ളുകയും ഒരു സാമൂഹിക മാറ്റത്തിന് വഴി തെളിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കേരള യാത്രയ്ക്കും മാനവികതയെ ഉണർത്തുക എന്ന പ്രമേയത്തിനും പൂർണ്ണ പിന്തുണ ആലുവ നഗരസഭയുടെ പിന്തുണ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട നേതാക്കൾ ഇവിടെയുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒറ്റ മനസ്സോടെ ഇന്നിവിടെ നിന്നും ഒരു തീരുമാനമെടുത്ത് പിരിഞ്ഞാൽ നല്ലൊരു നാളെ നമുക്ക് കൈമുതലായേക്ക് വരും. ആ സ്വപ്നം സാക്ഷാത്കരിക്കും. ഏകോദര സഹോദരന്മാർ പോലെ കഴിയേണ്ട നമ്മൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, എത്രയോ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ്, ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ ഈ രാജ്യം, പ്രത്യേകിച്ച് ഈ സംസ്ഥാനം കടന്നു പോകുന്നത്. കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരളയാത്ര 7 ജില്ലകൾ പിന്നിട്ടപ്പോൾ തന്നെ ജനമനസ്സുകളെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിയിരിക്കുകയാണ്. കാലിക പ്രാധാന്യമുള്ള വലിയൊരു സന്ദേശമാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. സാധാരണക്കാരൻ്റെയും അതുപോലെ പാവപ്പെട്ടവരുടെയും അനേകായിരം യത്തീമായ കുട്ടികളുടെ അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലൊരു ഇതുപോലൊരു സ്പേസ് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ യാത്ര സഫലമാകും. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നാം ഇന്ന് കാണുന്ന മൂല്യച്യുതിയും അധാർമികതയുമെല്ലാം ഇല്ലാതെ നമ്മളെല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി ഏകോദര സഹോദരങ്ങളെപ്പോലെ കാണണമെന്ന് ജാതി വർഗ രാഷ്ട്ര വർണ്ണ വ്യത്യാസമില്ലാതെ അദ്ദേഹം സ്വപ്നം കണ്ട, അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ആ കേരളം പൂവണിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സദസ്സും ഈ വേദിയുമെല്ലാം. അതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സാധാരണ മതപണ്ഡിതന്മാർ നടത്തുന്ന ഒരു ജാഥയിൽ നിന്നും വിഭിന്നമായി, പ്രത്യേകിച്ചും
ഈ നാടിനെയും സമൂഹത്തെയും തൊട്ടുണർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പവിത്രമായ ഒരു ജാഥയായിട്ടാണ് ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാ ജാതി മത വിഭാഗങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സമൂഹത്തിലെ എല്ലാ ജനങ്ങളും ഇന്ന് ഈ ജാഥയെ നെഞ്ചിലേറ്റിക്കൊണ്ട് മനസ്സിലേറ്റിക്കൊണ്ട് അത് സ്വീകരിച്ചതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനവിഭാഗത്തെ കണ്ടു എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ ഈ ഭൂവിഭാഗത്തിലൂടെ ഈ മാനവികതയെ ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്ന ഈ വലിയ ജാഥ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം പോലെ കടന്നു പോകുമ്പോൾ അതിന് അഭിവാദനം അർപ്പിക്കുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവത്വം എവിടെ ഇല്ലാതാകുമോ അവിടെ മനുഷ്യത്വവും ഇല്ലാതാകും. ഇന്ന് മനുഷ്യത്വരഹിതമായി മനുഷ്യർ പെരുമാറുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ സമൂഹത്തിൻ്റെ മാർജിനിലേക്ക് മാറ്റി നിർത്തുവാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. വർദ്ധിച്ചു വരുന്ന മദ്യപാനാസക്തി, സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ളതായ അഴിമതി, മതഭ്രാന്ത്, ഇതൊക്കെ നമ്മളെ ചിന്തയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. നമ്മൾ ഒരു യാന്ത്രികമായ യുഗത്തിൽ കടന്നു പോകുകയാണ്. നമുക്കാർക്കും ഒരു നല്ല കാര്യം ചിന്തിക്കുവാൻ ഒരു നിമിഷം പോലും ജീവിതത്തിൻ്റെ ഒരു കണിക സമയം പോലും നമുക്ക് കിട്ടാതായിരിക്കുന്ന ഒരു യാന്ത്രികമായ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള യാന്ത്രികമായി ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇതാണ് നല്ലത്, ഇതാണ് ശരി എന്ന് പറയുവാൻ കേരളത്തില് മുന്നോട്ട് വന്നിരിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ ആ സന്ദേശം, ഇതിന് ഈ ജാഥ അവസാനിക്കുന്നത് കൊണ്ടിട്ട് ഈ സന്ദേശം അവസാനിക്കുന്നില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാനവികതയുടെ സന്ദേശവും മനുഷ്യ മനസ്സിന്റെ ഉൾക്കരുത്ത് ഏറ്റെടുത്തുകൊണ്ട് നാളെ നന്മയിലേക്ക് നമ്മളെ നയിക്കുവാനും സാധിക്കുന്ന ആ സന്ദേശം ഈ നാട്ടിലുള്ള പൊതു കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുസ്ലിം പണ്ഡിതരും മറ്റ് മതത്തിലുള്ള നേതാക്കളും ഒരു സ്ഥലത്തിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാറുണ്ടായിരുന്നു. വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ പഴക്കം ചെന്ന കാലഘട്ടത്തിലേക്ക് കടന്നാൽ അതിലും അധികമാണ്. കണ്ണൂർ ജില്ലയുടെ അറ്റമായ പെരിങ്ങത്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു 800 വർഷം മുമ്പ് കേരളത്തിൽ വന്ന ആളാണ്. അന്ന് അദ്ദേഹത്തിനൊരു പള്ളി ഉണ്ടാക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടുത്തെ ഹൈന്ദവരും പ്രത്യേകിച്ച് അവിടുത്തെ ബ്രാഹ്മണന്മാരും മറ്റ് ആളുകളും മഹാനവറുകളെ സമീപിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്പലം അവിടത്തേക്ക് വിട്ടുതരാം, അവിടത്തേക്ക് പള്ളിയാക്കാം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അലിയുൽ കൂഫി തങ്ങൾ പറഞ്ഞു, കാര്യം ശരി തന്നെ, നിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, പക്ഷേ ഇതൊരു അമ്പലമാണല്ലോ, ഇന്ന് നീ എനിക്ക് സൗജന്യമായി ഇത് തന്ന് ഞാൻ പള്ളിയാക്കിയാൽ കാലങ്ങൾ പിന്നിടുമ്പോൾ ആരെങ്കിലും എടുത്ത് പരിശോധിച്ച് ഇതിൻ്റെ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ, രേഖ പരിശോധിച്ചാൽ ഇത് അമ്പലമായിരുന്നു എന്ന് കാണുമ്പോൾ തികച്ചും അക്കാലത്തുള്ള മുസ്ലിംകൾ ഹിന്ദുക്കൾ തമ്മിൽ സംഘട്ടനത്തിന് വഴിവരും. ഹിന്ദുക്കൾ പറയും ഇത് ഞങ്ങളുടെ അമ്പലം പിടിച്ചെടുത്ത് പള്ളിയാക്കിയതാണ്, മുസ്ലിംകൾ പറയും അല്ല ഞങ്ങൾക്ക് സൗജന്യമായി നൽകിയതാണ്. ഏതായാലും സംഘട്ടനത്തിന് വഴിവരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ സ്ഥലവും എനിക്ക് വേണ്ട, പള്ളിക്ക് വേണ്ട, നീ എന്ത് സഹായം ചെയ്താലും ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരു വലിയ പണ്ഡിതൻ 800 വർഷം മുമ്പ് ഇവിടെ
ഭീകരതയും തീവ്രതയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും ഇല്ലാതിരിക്കാൻ ശക്തമായി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ഒത്തുചേർന്നു കൈകൾ കോർത്തു സ്നേഹ സംഘമായിടാം, മൂവർണ്ണ കൊടികൾ വീശി വീശി നമ്മൾ നീങ്ങിടാം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയ ദർശനം. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയ ദർശനം. സൗഹൃദത്തിൻ കവിത ചൊല്ലി വഴി വെളിച്ചമാക്കുവാൻ നാം വരുന്നു മഹീതാകെ സ്നേഹഗാഥ തീർക്കുവാൻ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പാതിരാവിൻ നെഞ്ചിലും ഉറങ്ങിടാത്ത മാനസം, പാതി വച്ചു പിന്മടങ്ങുകില്ല നമ്മൾ ഈ പദം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിശ്വമാകെ നന്മയുടെ പുണ്യഗാഥ തീർക്കണം, ഒരുമയോടെ നിന്നു നമ്മൾ വഞ്ചയം ഭരിക്കണം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. കേരളം ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. നമ്മളുടെ കേരളം വിഭിന്നമായ സാഹചര്യങ്ങളുടെ വ്യത്യസ്തമായ ദിശകളിലേക്ക് പോകുന്നു എന്നൊരു സംശയം ലോക ജനത വിലയിരുത്തുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതേത് മതങ്ങളാവട്ടെ, ഏത് രാഷ്ട്രീയ കക്ഷികളാവട്ടെ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സാമൂഹ്യ പ്രസ്ഥാനങ്ങളാവട്ടെ, അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യരാശിയുടെ നന്മയാണ്. പക്ഷെ മനുഷ്യരാശിയുടെ നന്മ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യരാശിയെ വിവിധ ഘട്ടങ്ങളിലേക്ക് വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ നീക്കവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു അസത്യ പ്രസ്താവനയാവും. അതുകൊണ്ട് മനുഷ്യരാശിയുടെ നന്മ ലക്ഷ്യം വെക്കുന്ന ആളുകൾ പരസ്യമായി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസലിയാർ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയഗതി നമ്മളുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ശബ്ദമായി മാറണം എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഉസ്താദിനോട് ഞാനൊരു കാര്യം പറയുന്നു. 953 ദിവസം ഞങ്ങൾ മലപ്പുറത്ത് നടത്തിയ സമരത്തിന് മലപ്പുറത്ത് നിന്ന് കിട്ടിയ മറുപടി തിരുവനന്തപുരത്ത് വീണ്ടും ഞങ്ങൾ നടപടിയാക്കി. ആ നടപടി ഈ ഗവൺമെന്റ് തരും. അതായത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പണ്ടെടുത്തു കളഞ്ഞ മദ്യനിരോധന അധികാരം ഉമ്മൻചാണ്ടി സർക്കാർ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഉസ്താദെ, അതിൽ ഞങ്ങൾ അട്ടിമറി പേടിക്കുന്നു. യാതൊരു അട്ടിമറിയും കൂടാതെ മുമ്പുണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ അധികാരം പുനഃസ്ഥാപിക്കണമെന്ന് ഉസ്താദ്
എല്ലായിടത്തും ഒന്ന് പറയണമേ എന്നും നിങ്ങളുടെ യാത്രയിൽ അങ്ങനെ ഒരു ബാനറും കൂടി ഉണ്ടാകണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പരസ്പര വിദ്വേഷവും മനുഷ്യനും തമ്മിൽ നടക്കുന്ന സംഘട്ടനങ്ങളും അതുപോലെ മനുഷ്യത്വം മരവിച്ച രീതിയിൽ നമ്മുടെ സമൂഹം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം ജനതയുടെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തുവാനും എല്ലാ ചൂഷണങ്ങൾക്കുമെതിരെ കേരള ജനതയെ ഉണർത്തുവാനും വേണ്ടിയാണ് അഭിവന്ദ്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കേരള യാത്രയുമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് എന്തെല്ലാം സാങ്കേതികമായ സാമ്പത്തികമായ വളർച്ച ഈ നാട്ടിൽ ഉണ്ടായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങളുണ്ടായിട്ടും വേണ്ടത്ര മൂല്യബോധം ഇല്ലാത്ത, ധാർമ്മിക ചിന്ത ഇല്ലാത്ത, നീതി വേണ്ടവിധം പരിഗണിക്കാത്ത ഒരിടമായി തുടരുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി അവബോധപ്പെടുത്തുന്നതിനുള്ള ഒരു ബോധ്യമായിരിക്കണം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു യാത്രയ്ക്ക് പ്രേരണ നൽകിയത് എന്നാണ് എൻ്റെ ചിന്ത. നീതി നടക്കുന്നില്ല, നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നീതി പലപ്പോഴും നിഷേധിക്കപ്പെടുന്നവരോട് നിസ്സംഗതയോട് നോക്കിക്കാണുന്ന ഒരു സമൂഹം കൂടിയാണ്. പലപ്പോഴും നീതി പിടിച്ചു വാങ്ങിയാൽ മാത്രം കിട്ടുന്ന ഒന്നായി മാറുന്നു. നീതി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന സമൂഹങ്ങളോട് മറ്റുള്ളവർ നിസ്സംഗത പുലർത്തുന്നതായ, അതായത് സെൻസിറ്റിവിറ്റി ഇല്ലാതെ സമീപിക്കുന്നതായ ഒരു ചുറ്റുപാട്. ആലോചിക്കണം, നീതി നടക്കുന്നില്ല, നീതി നടത്തേണ്ടുന്നവർ നീതി നിഷേധിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നു. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നിസ്സഹായത പുലരുമ്പോഴും ആർക്കും ഒന്നുമില്ല, ഒരു ഛേദവുമില്ല എന്ന് മട്ടു നിൽക്കുന്ന ഒരു പൊതുസമൂഹം, പൗരസമൂഹം ചേതനയറ്റ ഒരു സമൂഹമാണ്, ജീർണിച്ച ഒരു സമൂഹമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥിതിയും മൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള വലിയ അഭിമാനബോധം അത് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷെ അത് നിലനിന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ആദരണീയനായ ഉസ്താദ് നടത്തുന്ന ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രസക്തി. നമുക്കെല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. രാജ്യത്തെ വികസനമുണ്ടാകുമ്പോൾ അതിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ നമ്മുടെ സമൂഹത്തിൽ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് അതിൻ്റെയൊക്കെ സൽഫലങ്ങൾ ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയും ഇൻക്ലൂസീവ് ഗ്രോത്ത്, സർവാശ്ലേഷിയായിട്ടുള്ള വികസനം. അത് ഉറപ്പാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ജനാധിപത്യ ക്ഷേമ രാഷ്ട്രമായി നമുക്ക് പ്രിയമുള്ളവരെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ, തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ, തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ, തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധീര
ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല, പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നി ആദർശ വ്യൂഹം തുടരുന്ന പടയോട്ടമൂനം തട്ടാതെ ചേരും പ്രവാഹം സ്ഥൈര്യം വിടാ സർവകാലം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽ പദമിൽ ജയപേരിടും സംഗമിതാ. രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം. ഭക്തിയുള്ളമിൽ തത്തിടും സൈന്യമക്രമങ്ങൾക്കെതിർ സജ്ജം. രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം. ഭക്തിയുള്ളമിൽ തത്തിടും സൈന്യമക്രമങ്ങൾക്കെതിർ സജ്ജം. സുന്നി ലക്ഷമനോ മഹാരാജം വാണിടുമീ മന്ത്രം. വന്നീ കൈരളിയിൽ ശുഭകാവ്യം മീട്ടിടുമീ വൃന്ദം. തിന്മയെ തൂത്തെറിയുന്ന ചിരം നന്മയെ കൈത്തിരിയാക്കാം. ഈ വലിയ യാത്രയ്ക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. തൊടുപുഴയിലെ പൗരാവലി വലിയൊരു സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ പങ്കുചേരാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സമൂഹത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. ആ പ്രശ്ന പരിഹാരത്തിന് ഏവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. ഏത് മതവിഭാഗമായാലും മനുഷ്യന്റെ നന്മയാണ് പ്രധാനപ്പെട്ട കാര്യം. സാഹോദര്യ സ്നേഹം പുലർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരുടെയും നന്മ ഉറപ്പാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും വിവിധ മതങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എല്ലാം സൃഷ്ടാവായ അള്ളാഹു ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കാനായിട്ടുണ്ട്. ആ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണ്. ശ്രീ കാന്തപുരത്തെ എനിക്ക് വളരെ കാലമായിട്ടറിയാം. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രതിജ്ഞാബദ്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളുമായി അദ്ദേഹവുമായി ചർച്ച ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം വളരെ ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച കാര്യം ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇതുപോലൊരു കേരള യാത്ര ഇതിനു മുൻപ് നാം കണ്ടിട്ടേയില്ല. ഇതിൻ്റെ ലക്ഷ്യം മനുഷ്യനിലെ മാനവിക വികാരങ്ങളെ ഉണർത്തുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രാജ്യം മൊത്തവും കേരള സംസ്ഥാനവും കഴിഞ്ഞ ചില വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹികമായിട്ടുള്ള അധപതനവും രാഷ്ട്രീയമായിട്ടുള്ള ജീർണതയും കണ്ട് മനം മടുത്ത ഒരു പണ്ഡിതനാണ് ഇത്തരമൊരു ആശയത്തിൻ്റെ രൂപം നൽകുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കേരളത്തിലെ സാംസ്കാരിക സമന്വയമുണ്ടാക്കുവാനും നഷ്ടപ്പെട്ട മഹത്തായ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുവാനും വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഒരു യാത്ര ആരംഭിച്ചത്. മാനവകുലത്തിന് കഴിയുന്നുണ്ടോ എന്ന സന്ദേഹമാകാം ഈ ജാഥയ്ക്ക് അടിസ്ഥാനപരമായ കാരണം. അങ്ങനെ അത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന സന്ദേഹം ഉദിച്ചു വരുമ്പോൾ ആ സന്ദേഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന വികാരത്തിൽ അത് എത്തിച്ചു കൊടുക്കാൻ
അത് പ്രചരിപ്പിക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ട ഒരു സമൂഹം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയത്തിലും ആദർശത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മാനവികതയുടെ, മനുഷ്യാവകാശങ്ങളുടെ, കേവലം മനുഷ്യൻ്റെ വിലയ്ക്ക്, മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കമ്പോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ മാനവികതയുടെ അധപ്പതനം, 10 മാസം നൊന്തു പ്രസവിച്ച മാതാവ് ആ പിഞ്ചോമന പൈതലിനെ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ചു പോവുകയാണ്. 500 രൂപ വിലയിട്ട് നൊന്തു പ്രസവിച്ച പിഞ്ചോമന മക്കളെ ഭിക്ഷാടന മാഫിയകൾക്ക് കച്ചവടം നടത്തുന്ന മാതാവിൻ്റെ കേരളം. 5 ലക്ഷം രൂപ വിലയിട്ട് സ്വന്തം ഭർത്താവിനെ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചിട്ട് കൈകളും കാലുകളും ശിരസും ഛേദിച്ച് അഷ്ടമുടിക്കായലിൽ തള്ളുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ ആ ഒരു സംസ്കാരവും കണ്ടുവളരുന്ന കേരളീയ സമൂഹം. കൂടെ പഠിച്ച സഹവിദ്യാർത്ഥിനിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തുന്നു. എന്തിൻ്റെ പേരിൽ? റാഗിങ് എന്ന പേരിൽ, ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് സഹവിദ്യാർത്ഥിനിയെ മാനഭംഗത്തിനിരയാക്കപ്പെടുന്ന ഒരു കേരളീയ സമൂഹത്തിലാണ് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് നടത്തുന്ന മാനവികതയെ ഉണർത്താൻ എന്ന ഈ ടൈറ്റിലിൽ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ, ഈ സമരത്തിൻ്റെ, ഇതിൻ്റെ ഒരു ഉത്ബോധനത്തിൻ്റെ പ്രത്യേകതയും അത് പ്രാധാന്യമർഹിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഇവിടെ നാം തിരിച്ചറിയപ്പെടേണ്ടത്. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം ഖമറുൽ ഉലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം ഖമറുൽ ഉലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിൽ ഉറപ്പിക്കാൻ മൃദുഹാസം നിശ തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി ജ്വലിക്കുന്നു പൈതൃക ദീപം അണയ്ക്കാതെ മഹാൻ ദീർഘം ജ്വലിക്കുന്നു പൈതൃക ദീപം അണയ്ക്കാതെ മഹാൻ ദീർഘം മകൾ ശ്രേഷ്ഠരം പണ്ഡിത വ്യൂഹം സഹയാത്രികരായി ദൂരം മകൾ ശ്രേഷ്ഠരം പണ്ഡിത വ്യൂഹം സഹയാത്രികരായി ദൂരം
ഗതകാല കനൽ ചരിതം വഴി കാട്ടിടും സൂര്യസമം. ഗതകാല കനൽ ചരിതം വഴി കാട്ടിടും സൂര്യസമം. നിശ തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി. ഇന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയം. കേരളത്തിൽ മനുഷ്യനുണ്ട്. രണ്ട്, സ്നേഹമെന്ന് പറയുന്ന സാധനം കേരളത്തിൽ കിട്ടും. അതിൻ്റെ പരിഹാരമാണ് ഞാൻ കാണുന്നത്. ഈ നമ്മുടെ കാഞ്ചീപുരം വിജയമാകുകയാണെങ്കിൽ ഈ രണ്ട് സാധനവും കേരളത്തിൽ സുലഭമാകും. ഇത് രണ്ടില്ലാതെ കേരളമാകുകയില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനാണ് ഈ വലിയ പരിപാടി. ഇത് കേരളത്തെ ഭിന്നിപ്പിക്കുന്ന എല്ലാറ്റിനെയും കൂടെ യോജിപ്പിക്കുന്ന ഒന്നാണ്. മതമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എന്ത് ആയാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു മനുഷ്യത്വവും മനുഷ്യനെ മനുഷ്യനാക്കുന്ന സ്നേഹവും നമുക്ക് ആവശ്യമാണ്. ഇതിന് കേരളത്തിൽ ഉണ്ടാകുന്നതിന് ഈ യാത്ര സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇപ്പോൾ വേറൊരു പരിപാടി ഉള്ളതാണ്. അവരോടൊരു അവധി വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഭാഗ്യം ഇനി ആയുസ് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് വയസ്സ് കൂടിയതുകൊണ്ടും ഇതുപോലെ ഇനിയും പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് സംശയമുള്ളതുകൊണ്ട് നമുക്കിന്ന് ആവശ്യം എന്താണ്? മനുഷ്യനെ കണ്ടാൽ മനുഷ്യനായി അംഗീകരിക്കണം. ഇന്ന് വേഷമാണോ മനുഷ്യനാണോ നമുക്ക് പ്രധാനം? സമസ്ത വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ഉന്നമനത്തിനു വേണ്ടി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധയെ അത് മാറ്റിവെപ്പിക്കുവാനും നാം എല്ലാം ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ഒരു ചിന്താഗതി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പടർന്നു കൊടുക്കുവാനും വേണ്ടി നടത്തുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ആദരണീയനായ എ.പി. അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ യാത്ര എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലോക ചരിത്രം നോക്കുമ്പോൾ സമൂഹത്തിൽ അധാർമികമായ സംഗതികൾ നടമാടുമ്പോൾ തകരുമ്പോൾ ഈശ്വരൻ ആരെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉയർത്താറുണ്ട്. ഈ കേരളം തകരുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിമന്യ ക്രിസ്തോസ് തിരുമേനി പറയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കാണെങ്കിൽ നരകതുല്യമായി തകർന്ന് തരിപ്പണമായി എന്നുള്ള വാക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ കേരളത്തെ ഉയർത്തുവാൻ ദൈവം ഒരു അവതാര പുരുഷനെ പോലെ ഉയർത്തിയ ഒരു മഹാൽ വ്യക്തിയാണ് പ്രിയപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ അവറുകൾ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇന്ന് പത്തനംതിട്ടയിൽ അദ്ദേഹം വരികയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഈ ശബ്ദം അനേകരിലേക്ക് പകർത്താം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആ വലിയ ശബ്ദം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാൻ തക്കതിൻവണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവുകൾ ഉണക്കാൻ വേണ്ടി സ്നേഹത്തിൻ്റെ തലോടലുമായി സന്ദേശവുമായി ബഹുമാന്യായ ശ്രീ കാന്തപുരം അവിടെയെല്ലാം ഓടിയെത്താറുണ്ട്. പുരോഗമനപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കാനും പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കാനും എക്കാലവും ശ്രമിച്ചിട്ടുള്ള ആളാണ് ശ്രീ കാന്തപുരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉദ്ഘാടനം ചെയ്ത തിരുമേനിയുടെ ഒരു പരാമർശം
ഈ കേരള യാത്രക്ക് വലിയ പ്രചോദനമായി ഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 95 വയസ്സ് എത്തി നിൽക്കുന്ന തിരുമേനിയോട് ദീർഘായുസ്സിന്റെ രഹസ്യമെന്ത്, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിലും എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ ജീവിത ചിട്ടയും ആഹാര ക്രമീകരണങ്ങളും ആരാധനയിലൂടെ നേടുന്ന ആത്മീയ നേട്ടവും ഒന്നും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. തിരുമേനി പറഞ്ഞത് ഈ ഒരു മുദ്രാവാക്യം സ്വീകരിച്ച് നമ്മിലേക്ക് കടന്നു വരുന്ന മഹാനായ കാന്തപുരം ഉസ്താദിനെ വരവേൽക്കാനാണ് എൻ്റെ ആയുസ് ഇത്രയും ദീർഘിച്ചു നിലനിന്നത് എന്ന. ഭാരതത്തിൽ നാനാജാതി മതസ്ഥർ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും എല്ലാം ഉണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും. ആ വൈജാത്യമാണ് ഇന്ത്യയുടെ പ്രത്യേകത. ആ വൈജാത്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ വൈജാത്യത്തിൻ്റെ ഒരു സമന്വയം, ഒരു സഹവർത്തിത്വം അതുണ്ടാകേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം കേരളീയ മനസ്സിലേക്ക് കടത്തിവിടുക എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യത്വം മരവിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാനവികതയുടെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആ സന്ദേശം എത്തിക്കുക എന്ന ദൗത്യവുമായി കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ദൗത്യവുമായി ഉസ്താദ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമം കേരളീയ സമൂഹം സ്വാഗതം ചെയ്യും എന്ന കാര്യത്തിന് എനിക്ക് സംശയമില്ല. അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് എല്ലാവിധമായ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജാതി മതങ്ങൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുക. മുസ്ലിംകളുടേതായ വിശ്വാസവും ആചാരവും അതിന് പള്ളിയും എല്ലാം ഉണ്ട്. ഹൈന്ദവർക്ക് അവരുടെ ആചാരവും അവരുടെ പ്രവൃത്തിയും വിശ്വാസവും അവർ വെച്ചു പുലർത്തുന്നു. അതിന് ആരാധനാലയങ്ങൾ അവർക്ക് ഉണ്ട്. ക്രൈസ്തവർക്കും അതുപോലെ അവരുടേതായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും അതിന് ആരാധനാലയങ്ങളുമെല്ലാം ഉണ്ട്. അതെല്ലാം ഒരു വ്യത്യാസവും കൂടാതെ നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കലഹിക്കാതെ, തമ്മിലടിക്കാതെ, ആക്ഷേപിക്കാതെ ജീവിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം ഇല്ല. പക്ഷേ അതിൽ നിന്നും ജനങ്ങൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ കുറ്റങ്ങൾ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ സ്വന്തം പിതാവ് കുഞ്ഞിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും കൊലപ്പെടുത്തുന്നു, സഹോദരങ്ങൾ തമ്മിൽ കലഹവും അവസാനം അത് കൊലയും യുദ്ധവുമായി മാറുകയാണ്. അങ്ങനെ ക്രിമിനൽ കുറ്റങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരുന്നു. പക്ഷേ ഒരു കാര്യം
നാം ചിലപ്പോൾ ചിന്തിക്കുന്നത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഔദ്യോഗിക മേഖലകളിൽ ഇടം പിടിക്കുകയും സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നത് ഇവിടെ ക്രിമിനൽ കുറ്റം വർദ്ധിക്കാനും ജനങ്ങൾ തമ്മിൽ അകന്നു പോകാനും സാധ്യമാകുമെന്ന് വഴിയാകുമെന്ന് നാം കരുതുകയാണ്. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ഒത്തുചേർന്നു കൈകൾ കോർത്തു സ്നേഹ സംഘമായിടാം, മൂവർണ്ണ കൊടികൾ വീശി വീശി നമ്മൾ നീങ്ങിടാം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയദർശനം. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയദർശനം. സൗഹൃദത്തിൻ കവിത ചൊല്ലി വഴി വെളിച്ചമാക്കുവാൻ നാം വരുന്നു മഹീതാകെ സ്നേഹഗാഥ തീർക്കുവാൻ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പാതിരാവിൻ നെഞ്ചിലും ഉറങ്ങിടാത്ത മാനസം, പാതി വച്ചു പിന്മടങ്ങുകില്ല നമ്മളീ പദം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിശ്വമാകെ നന്മയുടെ പുണ്യഗാഥ തീർക്കണം, ഒരുമയോടെ നിന്നു നമ്മൾ വഞ്ചയം വരിക്കണം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ഒത്തുചേർന്നു കൈകൾ കോർത്തു സ്നേഹ സംഘമായിടാം, മൂവർണ്ണ കൊടികൾ വീശി വീശി നമ്മൾ നീങ്ങിടാം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാനമായ അന്തരം, മനുഷ്യൻ അവന്റെ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു എന്നതാണ്. ഈ ഒരു മാറ്റത്തിന് സാധിക്കുന്നു എന്ന കാരണത്തിന്റെ പേരിൽ തന്നെ മനുഷ്യൻ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി സ്വന്തം പുരോഗതിയുടെ വഴിയിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അത് പരിപൂർണമായും ആവശ്യമാണ്. അല്ലെങ്കിൽ അത്തരം ഗവേഷണങ്ങൾ മനുഷ്യന്റെ ഭാവിയെ ഏറ്റവും ഭാസുരമാക്കി തീർക്കുന്നതാണ്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ വിളക്കും പിന്നീട് അവൻ ഉപയോഗിച്ചിരുന്ന മെഴുകുതിരിയുടെ വെട്ടവും ഇന്ന് വഴിമാറിക്കൊടുക്കുകയും വിദ്യുച്ഛക്തിയുടെ വിവിധ രൂപങ്ങൾ ഉപയോഗപ്പെടുത്തി ഇന്ന് അവൻ പ്രകാശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് മനുഷ്യൻ നേടിയെടുത്ത പുരോഗതിയാണ്.
തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 107 തവണ വീണ്ടും വീണ്ടും പഠനവും ഗവേഷണവും നടത്തി രൂപപ്പെടുത്തിയ ബൾബ്, ആ ബൾബിന്റെ ഫിലമെന്റ് എല്ലാം തന്നെ മനുഷ്യരാശിയുടെ പിന്നിട്ട ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അടയാളങ്ങളായി, മനുഷ്യന്റെ പുരോഗതിയുടെ നിദർശനങ്ങളായി നാം എണ്ണുമ്പോൾ ആധുനിക വിദ്യാഭ്യാസവും ഗവേഷണവും പുരോഗതിയും ഈ രാജ്യത്ത് അനിവാര്യമാണെന്നു തന്നെയാണ് നാം ഓരോരുത്തരും സങ്കല്പിക്കുന്നതും വിശ്വസിക്കുന്നതും. അവിടെ ഇസ്ലാം മതവും ക്രിസ്തുമതവും ഹിന്ദുമതവും നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളും മനുഷ്യന്റെ ആധുനികമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശാസ്ത്ര പുരോഗതിക്കും അനുകൂലമായി തന്നെ നിലകൊള്ളുന്നു. ഇനിയും മനുഷ്യൻ പുരോഗതി പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുകയും അത്തരം പുരോഗതിയിലൂടെ മാത്രമേ മനുഷ്യന്റെ ജീവിതം ഭാസുരമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ചകളിൽ മുസ്ലിംകളുടെ പള്ളികളിലുള്ള ഒരു പ്രാർത്ഥന മറ്റെല്ലാ മതവിശ്വാസികളുടെയും പ്രാർത്ഥനാലയങ്ങളിൽ അതുപോലെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടെന്നു തന്നെ നാം കരുതുന്നു. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പതിവായി പോകുന്ന ഒരു ഹിന്ദു മതവിശ്വാസി, ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്ന ഒരു ക്രിസ്തു മതവിശ്വാസി ആ പ്രാർത്ഥനകളിലൂടെ നേടിയെടുക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയും അച്ചടക്കവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാം മതവിശ്വാസികൾ ബഹുഭൂരിപക്ഷമല്ല 100% ഭാരതമെന്ന രാജ്യത്തിന്റെ, ഗാന്ധിജിയുടെ രാജ്യമെന്ന് നാം അഭിമാനം കൊള്ളുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളായി ജീവൻ ത്യജിക്കാൻ മടിയില്ലാത്തവരായിരുന്നു എന്ന സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. 800 വർഷക്കാലം ഈ മഹത്തായ ഭാരതത്തെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്നുവെന്ന വസ്തുത പലരും മറന്നു പോകുന്നു. അങ്ങനെ 800 വർഷക്കാലം മുസ്ലിം മത രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചിട്ടും ഇന്നും കേരളത്തിലുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ എണ്ണം 25% മാത്രമാണ്. ഇന്ത്യ രാജ്യത്ത് 12-12.5% മാത്രമാണ് ഇസ്ലാം മതവിശ്വാസികൾ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇസ്ലാം ഒരിക്കലും മത തീവ്രത പുലർത്തുന്ന സമൂഹമല്ല, മതസൗഹാർദ്ദവും സ്നേഹവും പകരുന്ന ഒരു മതവിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ് ഇന്ത്യയിലെ ഇസ്ലാം മതവിശ്വാസികൾ എന്നതിന് തെളിവായിട്ടാണ് 800 വർഷക്കാലത്തെ രാജഭരണത്തിന്റെ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ കേരളീയ ജനസമൂഹത്തിന്റെ മനസ്സുകളിൽ വർഗീയതയും വിഭാഗീയതയും സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഹീന തന്ത്രങ്ങൾ കാണുമ്പോൾ വേദനിക്കാത്ത മനസ്സുകളില്ല. ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ സാഹോദര്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ, അതിനും അപ്പുറത്തായി ഞാൻ എല്ലാ യോഗങ്ങളിലും പറയാറുള്ളത് പോലെ പറയട്ടെ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ യേശു പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ നിന്റെ മുമ്പിലും പിറകിലും ഇടത്തും വലത്തുമുള്ള 160 കുടുംബങ്ങളിലെ ഏതെങ്കിലും ഒരുവൻ ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല. ആ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനി എങ്ങനെ ഒരു സമുദായത്തിന്റെ ആളാവും? മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തും എന്ന് പറയുമ്പോൾ 160 കുടുംബങ്ങൾ. ആ 160 കുടുംബങ്ങളിലെ ഇസ്ലാം മതവിശ്വാസികൾ ഭക്ഷണം കഴിച്ചോ എന്നല്ല നബി തിരുമേനി പറഞ്ഞത്. അവരാരുമാവട്ടെ, ഏത് മതസ്ഥനുമാവട്ടെ, ആരാണെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല. നീ സക്കാത്ത് കൊടുക്കണം, നിന്റെ വരുമാനത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ നബി തിരുമേനി ആ സക്കാത്ത് ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും കൊടുക്കാനല്ല പറഞ്ഞത്, ഇല്ലാത്തവന് കൊടുക്കാനാണ് പറഞ്ഞത്. മാനവികതയിൽ അധിഷ്ഠിതമല്ലെങ്കിൽ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെയും അപകടത്തിലാകും. സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതായ ദുഷ്പ്രവണതകളും ഹിംസാത്മക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാൻ ആത്മീയ ഗുരുക്കന്മാർക്കും കൂട്ടായ്മകൾക്കും മാത്രമേ കഴിയൂവെന്ന് കാലം നമ്മളെ പല തവണയായി തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്.
മരിച്ചുകൊണ്ടിരിക്കുന്നതായ മാനവ മൂല്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ മനുഷ്യ മനസാക്ഷി ഉണരേണ്ടതുണ്ട്, അതിനെ ഉണർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കാരുണ്യവും ദയയും മനുഷ്യസ്നേഹവുമുള്ള ഒരാത്മീയ നേതൃത്വം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബഹുമാന്യനായ കാന്തപുരത്തിലൂടെ അത്തരത്തിലുള്ള ഒരു ആത്മീയ നേതൃത്വം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. എന്താണ് മാനവികത? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മാനവികതയെ ഉണർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചോദ്യം, എന്താണ് മാനവികത? മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് ഉന്നതമായ നിരവധി മൂല്യങ്ങൾ ദൈവം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഉന്നതമായ മൂല്യങ്ങളുടെയെല്ലാം ആകെത്തുകയാണ് നാം ഉദ്ദേശിക്കുന്നതായ കണ്ടെത്തുന്നതായ മാനവികത. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളതിനേക്കാൾ അകലം ഇന്ന് സഹോദരങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനേക്കാൾ വലിയ അകലം ഭാര്യയും ഭർത്താവും തമ്മിൽ പുലർത്തുന്നു. അച്ഛനും മകനും തമ്മിൽ അതുപോലെ അകലമുണ്ട്. തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള അകലം, ഭരണാധികാരികൾ തമ്മിലുള്ള അകലം, എല്ലാ സഹപ്രവർത്തകരിലുമുള്ള ഈ അകലത്തിന് ഒരു പരിധി വരെയെങ്കിലും ആ അകലം കുറയ്ക്കാൻ സാംസ്കാരിക കേരളത്തിൻ്റെ മൂല്യച്യുതി ഇല്ലാതാക്കാൻ ഈ കേരളയാത്ര തീർത്തും നമ്മെ സഹായിക്കും എന്നാണ് ഈ എളിയവനായ എൻ്റെ വിശ്വാസം. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കൃപയും സ്നേഹവും ദയ ഇതെല്ലാം എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച ഒരു വാക്ക്, ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും കൃപ ചെയ്യണം, ഗുണം ചെയ്യണം, കരുണ ചെയ്യണം. എന്നാൽ ആകാശത്തിന്റെ അധിപനായ ഉടമസ്ഥനായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന്. അവിടെ മുസ്ലിംകളെന്നോ അല്ലാത്തവരെന്നോ വേർതിരിച്ചിട്ടില്ല. മാത്രമല്ല മനുഷ്യരെന്നോ മറ്റ് ജീവികളെന്നോ വേർതിരിച്ചിട്ടില്ല. ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും നാം ഗുണം ചെയ്യണം, കരുണ ചെയ്യണം, സ്നേഹം വേണം. നാം നായനോടും പൂച്ചയോടും മറ്റു മൃഗത്തോടും മുഴുവൻ ജീവുള്ള വസ്തുക്കളോടും നമ്മുടെ സ്നേഹം, നമ്മുടെ കൃപ അതുണ്ടായിരിക്കണം. അങ്ങനെ കൃപയുള്ള മനുഷ്യനായി, സ്നേഹമുള്ള മനുഷ്യനായി ജീവിക്കുന്നതാണ് മാനവികത. സമരമുറയിലൂടെ ഒരു കാര്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വിപത്തുണ്ടാകുന്ന സമരമായാൽ അത് ദ്രോഹം തന്നെയാണ്. ഡോക്ടർമാർക്ക് ശമ്പളം വർദ്ധിക്കാനും മറ്റു പല ജോലിയെടുക്കാതിരിക്കാനും സമരം നടത്തുമ്പോൾ രോഗികൾ ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാതെ കഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതുപോലെ മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും സംഘർഷവും ഉണ്ടാക്കും വിധത്തിൽ ചരിത്ര പാഠപുസ്തകങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത യഥാർത്ഥത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും തടയപ്പെടേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഈ ലോകത്തിൻ്റെ സമ്പത്താണ്. ആ വിദ്യാർത്ഥികളെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു.
മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ സ്കൂൾ പഠന രീതിയും പാഠപുസ്തകങ്ങളും നിയമ വ്യവസ്ഥയും എല്ലാം അടിക്കടി ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ ഗവൺമെന്റുകളും പിന്തിരിയേണ്ടതാണെന്ന്